സാറേ കുറെ അധികം വെറൈറ്റി എന്ത് കൊട്ട പഴയ കാലത്തല്ലേ എല്ലാ ടൈപ്പ് കൊട്ട ഇതെല്ലാം ചാണാൻ മെഴുകിയതാണ്. ഇതിപ്പോ കൃഷി കഴിഞ്ഞപ്പോഴേ എല്ലാ വർഷവും കൃഷിയുടെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ തളിച്ച് വൃത്തിയാക്കി സൂക്ഷിച്ചു. ഒരു വർഷത്തേക്ക് പിന്നെ ഒന്നും സംഭവിക്കില്ല, ഇതേപോലെ കൃഷി എടുക്കത്തുള്ളൂ. ഇതൊക്കെ എന്ന് പറയാൻ പണ്ട് വിത്തിടുന്ന കൊട്ടയാണ്. ഇതിനകത്ത് വിത്ത് എടുക്കിടുന്നതാണ്. കൂടെ കൂട്ടി പെരട്ടിയിട്ട് കുറച്ച് കൊണ്ടിടുന്നിട്ട് ഇങ്ങനെ ഇപ്പോഴും സാർ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നില്ലേ. ഓരോ കൃഷി കഴിഞ്ഞിട്ട് സാർ എല്ലാം സൂക്ഷിച്ച് വെച്ചിരുന്നു നല്ല വൃത്തിയാണ്. അതൊക്കെ അതെന്താ സാർ എൻ്റെ പേര്? പറക്കൊട്ട. ഇത് നെല്ല് തൂറ്റുന്ന പറക്കൊട്ട. തൂറ്റുന്നത് എങ്ങനെയാ സാർ? ഇതിപ്പോ നമ്മള് വിത്തിടാൻ തന്നെ ഉപയോഗിക്കുന്നതാണോ? വിത്തിടാനല്ല, നമ്മള് നെല്ല് പൊലി ഉണ്ടല്ലോ, നെല്ലടിച്ച നെല്ലും മങ്കും ഒക്കെ വരും. ഇപ്പം പണ്ട് കാറ്റത്തായിരുന്നു പിടിക്കുന്നത്. കാറ്റ് വാങ്ങി കൊണ്ട് പിടിച്ച് അതിനകത്തിട്ടിട്ട് മങ്ക് കളയും. പിന്നെ ഫാൻ ഉണ്ടായതിന്റെ പേരിൽ ഫാൻ എടുത്തിട്ട് ഇതിങ്ങനെ പിടിക്കുമ്പോഴ് ഇങ്ങനെ ഈ നിരപ്പിൽ ഇങ്ങനെ ഒരേ ലെവലിൽ വീഴും. അപ്പം പൊടിയെല്ലാം ഒരു സൈഡിലേക്ക് പോകും, നെല്ല് താഴെ വീഴും. കൊട്ടക്കകത്ത് പിടിച്ചാൽ അത്രയും ലെവലാകത്തില്ല, കട്ടിക്ക് വീഴും. അതിനു വേണ്ടിയാണ് നെല്ലും മങ്കും വേർതിരിക്കാനായിട്ടാണ് നമ്മൾ മൊത്തത്തിൽ എടുത്തിട്ട് ഒരു സൈഡിൽ ഫാൻ വെക്കും. അപ്പോൾ മങ്ക് ഒരു സൈഡിലേക്ക് പോകും. ഇതൊക്കെ വല്ല അളവ് പാത്രങ്ങൾ വല്ലതും ഉണ്ടോ? ഇതെല്ലാം ഒരേപോലെ അല്ലേ? എന്തെങ്കിലും വട്ടിയായിട്ടുള്ള കൊച്ചു എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം നല്ല പല വലുപ്പത്തിൽ വലിയ കൊട്ടയൊക്കെ നമ്മൾ അത് ഈ പൊലിയൊക്കെ നമ്മൾ കളയാനും എടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ട് ഉപയോഗിക്കാൻ, എങ്ങോട്ടെങ്കിലും ദൂരോട്ട് മാറ്റി വെക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. വാരി വെക്കണമെങ്കിലും ഇതിനകത്തല്ല സൗകര്യം.